ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ സൺഡേ ടോക്ക്. അപ്പോൾ നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ മിഡിൽ ഈസ്റ്റിൽ സേഫായിരിക്കുന്നു എന്നോർത്ത് നമുക്ക് സമാധാനിക്കാം. അപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിമൻസ് ഡേ വിഷ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഈ ഫ്രീഡം, ഈ ഹാപ്പിനെസ്, ഇതൊക്കെ കാലാകാലങ്ങളായി ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും പോരാടി ഇതിൻ്റെ ഫലമായിട്ട് നേടിയെടുക്കാൻ പറ്റിയതാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് വിദ്യാഭ്യാസം നേടാം, ജോലി സമ്പാദിക്കാം, അതുപോലെ തന്നെ വോട്ടവകാശമുണ്ട്, നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ അവകാശമുണ്ട് എന്നുള്ളതാണ്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഇന്ന് ഒരു സ്ത്രീക്ക് കുട്ടികൾ വേണ്ട എന്നുണ്ടെങ്കിൽ അവൾക്ക് അങ്ങനെ തീരുമാനിക്കാം. അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് വിവാഹിതയാവണ്ട എന്നുണ്ടെങ്കിൽ അതും പോസിബിളാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അവകാശങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞു. എനിക്ക് പലപ്പോഴും പല നാട്ടിലെ സ്ത്രീകളെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലാണ് ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിയതിൻ്റെയും ജോലി സമ്പാദിച്ചതിൻ്റെയും ഫലമായിട്ടായിരിക്കാം. പക്ഷേ നമ്മൾക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിമൻസ് ഡേ നമുക്ക് ഒരു സെലിബ്രേഷനായി മാത്രം കണ്ടാൽ പോരാ, ഇതൊരു റിമൈൻഡർ കൂടിയാണ്, ഒരു ഓർമ്മപ്പെടുത്തൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല സ്ത്രീകളും, പ്രത്യേകിച്ച് വീട്ടമ്മമാർ ഓർക്കാറുണ്ട് നമ്മുടെ ലൈഫ് കുറച്ച് ബിഹൈൻഡ് ആയി പോയി, കുറച്ച് പിന്നിലോട്ടായി പോയി എന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-30 വയസ്സ് വരെ ഒരു സ്ത്രീ അവളുടെ സെൽഫ് ഗ്രോത്തിനായിട്ട് പലതും ചെയ്യുന്നു അല്ലെ ആ കാലഘട്ടത്തിൽ. പക്ഷേ അവൾ വിവാഹമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവൾ ഒരു നല്ല വൈഫാവാൻ ശ്രമിക്കുന്നു, നല്ല ഒരു അമ്മയാവാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഒക്കെ തിരക്കിനിടയിൽ അവൾ അവളെ തന്നെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ അവൾ സെൽഫ് ഗ്രോത്തിനായിട്ട് ചെയ്യുന്നില്ല. അവളുടെ ആ ഡ്രീംസും എല്ലാം കുറേ നാളത്തേക്ക് അങ്ങ് പോസ് ചെയ്യുകയാണ്. നമ്മൾ ആരും അതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു കഴിവ് കുറവല്ല. നമ്മൾ നമ്മുടെ ഡ്രീംസ് ഒക്കെ അങ്ങ് പോസ് ചെയ്യുന്നു, നമ്മുടെ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് വലിയൊരു നേട്ടം തന്നെയാണ്, നല്ല അമ്മയാവുക, നല്ലൊരു വൈഫ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ത്രീകളും നമ്മുടെ ലൈഫ് അവിടെ, നമ്മുടെ സ്വപ്നങ്ങളും അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നില്ല. പിന്നെ അവൾ 40, 50, 60 ഇയേഴ്സ് ഓൾഡ് ആയാലും മറ്റുള്ളവർക്കായിട്ട് ജീവിക്കുന്നു. അവളുടെ കാര്യം തന്നെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിമൻസ് ഡേയിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളുടെ ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾക്ക് കിട്ടിയ ഈ ഒരു ലൈഫ് അത് അത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ സമയം മറ്റുള്ളവർക്കായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ അവരോർക്കുന്നത് നമ്മുടെ സമയത്തിനൊരു വിലയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഫസ്റ്റ് ഹോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ശരീരമാണ്. ഈ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ കുറച്ച് രാവിലെ എണീക്കേണ്ടതായിട്ട് വരും, അതുപോലെ എക്സസൈസിന് പോവുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് നിങ്ങളോട് നോ പറയുക? അഥവാ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നത് കാണുമ്പോൾ നോ പറയുന്നവരാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൗണ്ടറി ആവശ്യമാണ്. നിങ്ങളെ ലൈഫിലേക്ക് കടന്നു കയറി നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളതെങ്കിൽ നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നതും നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നതും കാണുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ചൂസ് യുവേഴ്സെൽഫ് വിത്തൗട്ട് ഗിൽറ്റ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹാപ്പി വിമൻസ് ഡേ വിഷ് ചെയ്യുന്നു. ബൈ നൗ.